ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും ആഘോഷിച്ചു. ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിൽ കുറുക്കഞ്ചേരിയിൽ നടന്ന ജയന്തി ആഘോഷം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതി പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനെത്തിയ യുവതിയാണ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. വെള്ളിക്കുളങ്ങര മോനടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കാലപ്പഴക്കം മൂലം പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ കോൺക്രീറ്റ് അടർന്ന് നശിച്ച നിലയിൽ. നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. മറ്റത്തൂർ ചേലക്കോട്ടുകരയിൽ നിന്ന് 200 ലിറ്റർ വാഷ് പിടികൂടി. ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. നമസ്കാരം, ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും ആഘോഷിക്കുന്നു. ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിൽ കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ജയന്തി ആഘോഷം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. SNBP യോഗം പ്രസിഡന്റ് വിനേഷ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, കോർപ്പറേഷൻ കൌൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, വിനോദ് പൊള്ളഞ്ചേരി, SNBP യോഗം സെക്രട്ടറി ജിനേഷ് K വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതി പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനെത്തിയ യുവതിയാണ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം. അസം സ്വദേശിനിയായ ജസ്ന ബീഗമാണ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പൂർണ്ണ ഗർഭിണിയായ യുവതി തന്റെ 3 വയസ്സുള്ള മകനുമൊപ്പമാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പ്രസവവേദനയാൽ എക്സ്കലേറ്ററിന് സമീപം യുവതി ഇരിക്കുന്നത് കണ്ട് യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. റെയിൽവേ പോലീസ് ASI അജിതകുമാരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ യുവതി പ്രസവവേദന മൂലം കരയുകയായിരുന്നു. ഉടൻ തന്നെ 108 ആംബുലൻസ് പ്രവർത്തകരെ പോലീസ് വിവരമറിയിച്ചുവെങ്കിലും ആംബുലൻസ് എത്തും മുൻപ് പ്രസവം നടന്നു. ക്ലീനിങ് സ്റ്റാഫായ സുഹറ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഈ പ്രസവം കഴിഞ്ഞിട്ട് ആ കൊച്ചിനെടുത്ത് പൊക്കിള് കൂടി കട്ട് ചെയ്യുന്നതിനായി കത്രിക എടുക്കുന്നതിനും മറ്റു തുണിക്ക് ആവശ്യങ്ങൾക്ക് ഞങ്ങൾ സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീരാജ്, SI മനോജ് സാർ, ജയകുമാർ സാർ എന്നിവർ ചെന്ന് സാധനങ്ങൾ എടുത്ത് ഈ കുട്ടിയുടെ പൊക്കിൾക്കേട് കട്ട് ചെയ്ത് കുട്ടിയെ തുടച്ച് വൃത്തിയാക്കി അപ്പോഴേക്കും ആംബുലൻസ് വന്നു. ആ കൊച്ചിനെ 2 പേരെയും നമ്മൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ സ്ഥിതി ഡോക്ടർ പവൻ അന്വേഷിച്ച് കുട്ടിക്ക് കുഴപ്പമില്ലെന്നും ഈ സ്ത്രീയെ ലേബർ റൂമിൽ എത്തിച്ച് ഡോക്ടർ ഗീതു ഡോക്ടറോട് കണ്ട് ചോദിച്ചതിൽ സുഖപ്രസവമായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രസവത്തിന് ശേഷം ASI അജിതകുമാരിയും റെയിൽവേ ജീവനക്കാരി സുഹറയും ചേർന്ന് പൊക്കിൾക്കുടി മുറിച്ച് യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര മോനടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി. പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമേറിയ പാലമായ ട്രാംവേ പാലത്തിന് വീതിയില്ലാത്തതിനാൽ സുഗമമായ ഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പറമ്പിക്കുളം വനത്തിൽ നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് തടി എത്തിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ഭാഗമായിരുന്നു വെള്ളിക്കുളങ്ങരയിലെ പാലം. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെ നിലവിലുണ്ടായിരുന്ന ഈ പാതയിലൂടെ 1905 മുതൽ 1951 വരെ തീവണ്ടി ഓടിയിരുന്നു. 60കളിൽ ട്രാംവേ നിർത്തലാക്കി പാളങ്ങൾ പൊളിച്ചു നീക്കിയെങ്കിലും പാലം നിലനിർത്തി. പിന്നീട് പ്രദേശവാസികളുടെ സഞ്ചാര സൗകര്യത്തിനായി മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ പാലത്തിൽ മരപ്പലകകൾ സ്ഥാപിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷം മരപ്പലകകൾ നീക്കി പാലത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചാണ് ഭാരവാഹനങ്ങളുടെ ഗതാഗതം സാധ്യമാക്കിയത്. 3 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ ദിനംപ്രതി കടന്നുപോകുന്നത്. കാലപ്പഴക്കം മൂലം പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ കോൺക്രീറ്റ് അടർന്ന് നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തെല്ലും ബലക്ഷയമില്ലാത്ത ട്രാംവേ പാലത്തിന്റെ കൽത്തൂണുകൾ അതേപടി നിലനിർത്തി മുകൾ ഭാഗം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, കൊടകര. നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചെടുക്കുന്ന പെലാജിക് വല ഉപയോഗിച്ചുള്ള നിരോധിത മത്സ്യബന്ധനമാണ് കരവലി. ഒരേ സമയം 2 ബോട്ടുകൾ ചേർന്ന് കടലിൽ വലവിരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിരോധനം ലംഘിച്ച് കടലിൽ വ്യാപകമായി കരവലി നടന്നുവരുന്നുണ്ട്. ഇതിനെതിരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ്
കടലിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഫിഷറീസും തീരദേശ പോലീസും കരവലിക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അനധികൃത മത്സ്യബന്ധനം തുടരുകയാണ്. കരവലി തടയണമെന്നാവശ്യപ്പെട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംഘടന പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ്. ആദ്യഘട്ടമായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ സമരപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നേരത്തെ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. വീണ്ടും അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റത്തൂർ ചേലക്കോട്ട് കരയിൽ നിന്നും 200 ലിറ്റർ വാഷ് പിടികൂടി. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത്. ചേലക്കോട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന തോടിനരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ KR രാംപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർമാരായ PK സുനിൽ, MP ജീവേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ AS റിഹാസ് എന്നിവരും വാഷ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയപാത കുതിരാനിൽ ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിച്ചിരുന്ന റേഷൻ കട അകാരണമായി അടച്ചുപൂട്ടിയ ഭക്ഷ്യവിതരണ വകുപ്പിന്റെ നടപടിക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF ചെയർമാൻ NS വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K പ്രസാദ് ആറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നിശ്ചല മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് എരുമപ്പെട്ടി പതിയാരം സ്വദേശി ജെറിൻ. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ മല മുതൽ താഴ്വാരത്തിലെ വീടുകളും കവലയും ജെറിൻ തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിലുണ്ട്. ചട്ടപ്പെട്ടിയും സ്പോഞ്ച്, തെർമോക്കോൾ, സിമന്റ്, കുമ്മായം, പുട്ടി എന്നിവയും അക്രലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഉരുൾപൊട്ടലിന്റെ നേർചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനൊരു സംഭവം ഒരു ആർട്ടിൻ്റെ ക്യാൻവാസിൽ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്തത്. OASISന്റെ സ്പോഞ്ച്, അതുപോലെ തന്നെ തെർമോക്കോള്, പിന്നെ അങ്ങനെ പെയിന്റും പിന്നെ ഈ പുട്ടി അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്. ഇതിനെ ഡയോറമ എന്നാണ് പറയാറ് സാധാരണ ഇങ്ങനൊരു ആർട്ടിനെ. ഇത് ഒരു 12 ദിവസം എടുത്തു, ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തു തുടങ്ങിയിട്ട്. പത്രത്തിൽ നിന്നും അതുപോലെ തന്നെ വാർത്താ ചാനലുകളും നോക്കി, അതുപോലെ യൂട്യൂബിൽ കുറെ വീഡിയോസും ഈ ഡ്രോൺ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനിതിന് ശരിക്കുള്ള രൂപം മനസ്സിലാക്കിയത്. മുരിങ്ങത്തേരി വീട്ടിൽ ഡിനോയ് റെജി ദമ്പതികളുടെ മകനായ ജെറിൻ കുട്ടനല്ലൂർ ശ്രീ അച്യുത് മേനോൻ ഗവൺമെന്റ് കോളേജിലെ 2ാം വർഷ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഇതിനു മുൻപും നിരവധി ചിത്രങ്ങളും നിശ്ചല മാതൃകകളും തയ്യാറാക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുമ്പോൾ NSSനു വേണ്ടി വരച്ച ഫ്രീഡം വാൾ ശ്രദ്ധ നേടിയിരുന്നു. പൊതുസ്ഥലങ്ങളിലും പൊതുമരാമത്ത് റോഡുകളിലും സൂക്ഷിക്കുന്ന തൊണ്ടിമുതലുകളായ വാഹനങ്ങൾ മാറ്റുന്നതിന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലും പൊതു റോഡുകളിലും നിർത്തിയിട്ടിരിക്കുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ അടിയന്തരമായി AR ക്യാമ്പിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മുഖ്യമന്ത്രിക്കും DGPക്കും അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലീസ് പഞ്ചായത്തിൽ നിന്നോ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനറൽ വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ടായി ഡോക്ടർ PV സന്തോഷിനെ നിയമിച്ചു. നിയമനം സംബന്ധിച്ച് ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സൂപ്രണ്ട് സ്ഥാനത്തേക്ക് ഇനിയും പുതിയ ആളെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല. നിരവധി തവണ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് മുതിർന്ന ഡോക്ടർമാരെ ക്ഷണിച്ചുവെങ്കിലും ആരും ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുള്ളൂർക്കര യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ, TT ബേബി, K കാളിക്കുട്ടി, യൂണിറ്റ് രക്ഷാധികാരി E ബാലകൃഷ്ണൻ, P കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളിൽ വായനാശീലം വളർത്തുന്നതിനായി കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു.
കൊടകര മേൽപ്പാലം ജംഗ്ഷനിലെ തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് പുസ്തകക്കൂട് സ്ഥാപിച്ചത്. ഇതിൽ സൂക്ഷിച്ചിട്ടുള്ള പുസ്തകങ്ങൾ യാത്രക്കാർക്കെടുത്ത് വായിക്കാനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പുസ്തകക്കൂടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, PTA പ്രസിഡന്റ് VR രഞ്ജിത്ത്, സ്റ്റാഫ് പ്രതിനിധി MV സിബി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് അമൃത വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് മഹോത്സവത്തിന്റെ ഭാഗമായി ദേശാഭിമാന സെമിനാർ നടന്നു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കെ പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനിടയിൽ രാജ്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞ ലഫ്റ്റനന്റ് വിംഗ് കമാൻഡറും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ വിപിൻ ദേവിനെ ചടങ്ങിൽ ആദരമർപ്പിച്ചു. അധ്യാപകരായ രമാദേവി N, സിന്ധു പുഷ്പൻ, സുനിത, സീമ, നിഖിൽ, വിഷ്ണു എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചളിങ്ങാട് മോസ്കോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ ഉദ്ഘാടനം ചെയ്തു. PA ഷബീർ അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA അബൂബക്കർ, PM ഹംസ, ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി KB ഷിബിൻ, CPM അമ്പലനട ബ്രാഞ്ച് സെക്രട്ടറി PA സഗീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിനൊരു കൈത്താങ്ങിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ ജനകീയ ചായക്കട ഒരുക്കി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു, ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രേഷ്മ സതീഷ്, വിഘ്നേശ്വര പ്രസാദ്, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നിധീഷ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി കുണ്ടുക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം. വെൺമേനാട് സ്വദേശി AK ഷിഹാബാണ് റോഡിലെ വെള്ളക്കെട്ടിലിരുന്ന് പ്രതിഷേധ സമരം നടത്തിയത്. ദിനംപ്രതി നിരവധി വാഹനങ്ങളും പൊതുജനങ്ങളും കടന്നുപോകുന്ന കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. പാവറട്ടി പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലുള്ളവരും ദേശീയപാതയിലേക്കുള്ള എളുപ്പമാർഗമായി കുണ്ടുവക്കടവ് റോഡാണ് ഉപയോഗിക്കുന്നത്. SNDP വള്ളിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീനാരായണ ജയന്തി ആഘോഷം ശാഖാ പ്രസിഡന്റ് PD സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി ശ്രീധരൻ പോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ പുറത്താള, ശ്രീജിത്ത് പുളിങ്കുഴി, ബാബു കറുത്തെഴുത്ത്, ഏറോളി വാസു, നികേഷ് പാലത്തിങ്കൽ, ഡോക്ടർ ഓമന ഉണ്ണിരാജ്, സുധീർ കൊല്ലിക്കര എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നടന്ന ശ്രീനാരായണ ജയന്തി ആഘോഷ ചടങ്ങിൽ SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളുത്താപ്പിള്ളി അധ്യക്ഷനായി. SNG ട്രസ്റ്റ് പ്രസിഡന്റ് KK ബാലൻ, SNDP യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി അജിത നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം എരവത്തൂർ ശാഖയിൽ നടന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ BK അരുൺ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PA ശിവൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി CD ശ്രീനാഥ്, പ്രസിഡന്റ് PK ബാബു, ശാഖാ സെക്രട്ടറി PP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി SNDP ശാഖ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ പായസം വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീല മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ വൈസ് പ്രസിഡന്റ് CG ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മോഹൻദാസ്, ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ വടക്കേത്തറ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ SNDP ശാഖാ പ്രസിഡന്റ് KP വിജയകുമാർ പതാക ഉയർത്തി. സമൂഹ പ്രാർത്ഥനയും പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. അന്തിക്കാട് ശ്രീനാരായണ ഭക്ത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ ചടങ്ങിൽ മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പതാക ഉയർത്തി. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭരതൻ ശാന്തി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുത്തൻപീടിക കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ വൃക്ക രോഗികൾക്കു വേണ്ടിയുള്ള ഡയലൈസർ സമർപ്പണം MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വാർഡ് മെമ്പർ KK പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TK പുറിഞ്ചു ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാറളം മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സേതുമാധവൻ, നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, AD ജോണി, AA റപ്പായി, ഡേവിസ് കണ്ണനായ്ക്കൽ, A പ്രസാദ് എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ NM വിനീഷ്, അൽഫോൻസ ഫ്രാൻസിസ്, AA ബഷീർ, ജെയിംസ് കുണ്ടുകുളം, KC സെബാസ്റ്റ്യൻ, CP ഔസേബ് എന്നിവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുന്നംപറമ്പ് CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, തോമസ് പുത്തൂർ, K ചന്ദ്രശേഖരൻ, KR സന്ദീപ്, വിനോദ് മാടവന, അനീഷ് കണ്ടമ്മാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് റോഡരികിൽ കാനകൾ നിർമ്മിക്കാത്തത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിയൊഴുകി വീടുകളിലേക്ക് കയറുന്നത് പതിവാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് കാനകളില്ലാത്തത്. എരുമപ്പെട്ടിയിൽ നിന്ന് തൃശൂരിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകുന്ന റോഡ് 1 വർഷം മുൻപാണ് നിർമ്മിച്ചത്. റോഡിൽ കോൺക്രീറ്റ് കാന നിർമ്മിക്കണമെന്ന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ കരാറുകാരൻ കാന നിർമ്മിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വാർഡ് മെമ്പർ റിജി ജോർജ് ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെടുന്നു. റോഡ് ടാറിങ് കഴിഞ്ഞതിന് ശേഷം കാന പണിയാതെ ഇപ്പൊ ഈ കഴിഞ്ഞ മഴയത്തുണ്ടായ വെള്ളത്തില് ഇപ്പൊ ഈ കാണുന്ന എല്ലാ വീടുകളിലും ഉമ്മറം വരെ വെള്ളം കയറി കൊടുക്കുകയായിരുന്നു. ഇതിന്റെ ബാക്കിലും വീടുകളുണ്ട്, അവിടെ അടക്കം വെള്ളം കയറി. അപ്പൊ നമ്മുടെ ഈ 2 സൈഡും കാനയില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ PWDക്ക് മാസങ്ങളോളം ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കാന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പൊതുരുത്തി സൈഡ് വരെ അവര് കാന കെട്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങളാണ് കാനയില്ലാത്ത. ഇത് മെഡിക്കൽ കോളേജ് മെയിൻ റോഡാണ്, അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് റോഡാണ്. ഇവിടെ 2 സൈഡിലും കാനയില്ല. ഒരു വണ്ടി വന്നാൽ നമുക്ക് മാറി നിൽക്കാൻ പോലും ഇവിടെ ഒരു സ്ഥലമില്ല. അപ്പോൾ 3-4 വീടുകളാണ് ഈ ഇറക്കം സൈഡിൽ, അതായത് താഴ്ന്ന പ്രദേശത്തായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പൊ ഈ തവണ പെയ്തിട്ടുള്ള ഈ മഴയിലാണ് ഇത്രമാത്രം പ്രശ്നം ഉണ്ടായിരുന്നത്. മുമ്പ് വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാലുണ്ടായിരുന്നു സൈഡുകളിലായിട്ട്. പക്ഷെ ആ ചാലുകൾ ഇപ്പൊ ഈ റോഡിന്റെ വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾക്ക് അളക്കാനും മറ്റും വന്ന് പല കാര്യങ്ങൾക്കായിട്ട് ആ ചാല് മൂടേണ്ട ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചാല് മൂടി പോയതിനു ശേഷം പിന്നീട് ആ ചാലൊന്ന് തൂർത്ത് പഴയ രീതിയിലേക്ക് ആക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. വെള്ളം വീടുകളിലേക്ക് ഒഴുകുകയാണ്. വാഴാനി കനാൽ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും കാനയില്ലാത്തതിനാൽ വീടുകളിലേക്ക് കുത്തി ഒഴുകി വരുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് എഞ്ചിനീയർമാരോട് നിരന്തരം പരാതിപ്പെടുന്നുണ്ടെങ്കിലും കാന നിർമ്മിക്കാനാവശ്യമായ നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമായി അഴീക്കോട് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. അഴീക്കോട് തീരദേശ പോലീസും കടലോര ജാഗ്രതാ സമിതിയും അഴീക്കോട് പുത്തൻചാൽ കൂട്ടായ്മയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. VK രാജു DYSP ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO NA അനൂപ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സാദത്ത്, അംബിക ശിവപ്രിയൻ, സജി വർഗീസ്, അഷ്റഫ് പൂവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സംവരണ നിയമം അട്ടിമറിച്ച് പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ LP സ്കൂളിൽ ഭിന്നശേഷി അധ്യാപക ഒഴിവിലേക്ക് ഭിന്നശേഷിക്കാരിയല്ലാത്ത അധ്യാപികയെ സ്കൂൾ മാനേജർ വീണ്ടും നിയമിച്ചതായി ജനകീയ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ VA ശോഭനൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ വർഷം ഇതേ അധ്യാപികയെ ചട്ടങ്ങൾ മറികടന്ന് നിയമിച്ചതായി ആക്ഷേപമുയർന്നിരുന്നു. പിന്നീട് പരാതിയെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിയമനം റദ്ദാക്കിയിരുന്നു. പുതിയതായി ചുമതലയേറ്റ മാർത്തോമ പള്ളി വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ അനു ഉമ്മൻ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നിയമനം റദ്ദ് ചെയ്ത അധ്യാപികയെ വീണ്ടും നിയമിച്ചതായാണ് ആക്ഷേപം. എന്നാൽ ഇത്തരത്തിലുള്ള അധ്യാപക നിയമനം നടന്നിട്ടില്ലെന്ന് സ്കൂൾ മാനേജർ ഫാദർ അനു ഉമ്മനും പള്ളി ട്രസ്റ്റി VK ഡെന്നിയും അറിയിച്ചു. സ്കൂളിനെയും സഭയെയും വ്യക്തിപരമായി തേജോവധം ചെയ്യാനാണ് ശോഭനൻ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു.
മുറ്റിച്ചൂർ പടിയം ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റി, ഗുരുകുലം ലൈബ്രറി എന്നിവയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ഒഴിവാക്കി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 50,000 രൂപയുടെ ചെക്ക് MLA CC മുകുന്ദന് ഭാരവാഹികൾ കൈമാറി. സെക്രട്ടറി CS ശിവരാമൻ, പ്രസിഡന്റ് TK സോമൻ, KV നാരായണൻ, ഗുരുകുലം ലൈബ്രറി സെക്രട്ടറി TS പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ സ്വാഗത പ്രശ്നത്തിലും അധ്യക്ഷ പ്രശ്നത്തിലുമെല്ലാം ഇന്നത്തെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയേണ്ടായി. എന്നിരുന്നാലും നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി ശേഖരിച്ച അവശ്യ വസ്തുക്കളുമായി വാഹനം പുറപ്പെട്ടു. വധൂവരന്മാരായ അരുൺ, പാർവതി എന്നിവർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തുറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. OSI അംഗവും യുനെസ്കോ പുരസ്കാര ജേതാവുമായ ES ശ്യാം സുന്ദറാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PG ജയപ്രകാശ് ചടങ്ങിന് അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, OSI പ്രതിനിധി EG വിനീത, പ്രിൻസിപ്പാൽ VB ശ്യാം, ഹെഡ്മിസ്റ്റേഴ്സ് MA നദീറ, PTA വൈസ് പ്രസിഡന്റ് P മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച വർണ്ണക്കൂടാരം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് BRCക്ക് MLA ഫണ്ടിൽ നിന്ന് നൽകുന്ന കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും OSI നൽകിയ സ്പോർട്സ് കിറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൽ DS മനു, NK രമേശ്, ഗോപാലകൃഷ്ണൻ, VH ഹുസൈൻ, സുരേഷ് കുമാർ, ജാഫർ സാദിഖ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,660 രൂപ, പവന് 53,280 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,233 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നാടെങ്ങും ആഘോഷിക്കുന്നു. ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിൽ കുർക്കഞ്ചേരിയിൽ നടന്ന ജയന്തി ആഘോഷം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതി പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനെത്തിയ യുവതിയാണ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. വെള്ളിക്കുളങ്ങര മോനടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കാലപ്പഴക്കം മൂലം പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ കോൺക്രീറ്റ് അടർന്ന് നശിച്ച നിലയിൽ. നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. മറ്റത്തൂർ ചേലക്കോട്ടുകരയിൽ നിന്ന് 200 ലിറ്റർ വാഷ് പിടികൂടി. ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.